നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനോഹർ ശ്യാം ജോഷി എഴുതിയ ഓർമ്മക്കുറിപ്പ് ഋഷികേശ് മുഖർജി കെ സാത്ത് ഠായിയിൽ നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങളെടുത്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഋഷികേശ് മുഖർജിയെ കാണാൻ സിനിമാ മേഖലയിലെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ, അതിൽ കുറച്ച് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ വിനോദ് മെഹ്റ, ജയ ബാദുഡി, അങ്ങനെ ഉള്ള കുറേ നടീനടന്മാർ ഋഷികേശ് മുഖർജിയുടെ രോഗവിവരങ്ങൾ അറിയാനും അദ്ദേഹത്തെ സന്ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അതുപോലെ തന്നെ സിനിമാ യൂണിറ്റിലുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ 2-4 സിനിമകൾ ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സിനിമ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആളുകൾ അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു തിരക്ക്, ആ ഒരു ബഹളം, ആ ഒരു തിരക്കിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയ്ക്ക് മനോഹർ ശ്യാം ജോഷിക്ക് അദ്ദേഹത്തിൻ്റെ രചന, അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള അദ്ദേഹത്തിൻ്റെ രചന സിനിമയാക്കുക എന്നതാണല്ലോ ലക്ഷ്യം. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഋഷികേശ് മുഖർജിയോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുകയാണ് ഋഷികേശ് മുഖർജിയെ കാണാനും അദ്ദേഹത്തിന് രോഗവിവരങ്ങൾ അന്വേഷിക്കാനും വേണ്ടി. അപ്പോൾ ആ ഒരു തിരക്കിനിടയിൽ അന്ന് മനോഹർ ശ്യാം ജോഷിക്ക് താൻ വന്ന കാര്യം സാധിക്കാതെ തിരിച്ചു പോകേണ്ടതായിട്ട് വരികയാണ്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദൂസരേ ദിൻ സുബഹ് സുബഹ് ഹം ഋഷിദാക്കെ യഹാം പഹൂഞ്ചെ. അങ്ങനെ അന്നത്തെ ദിവസം നടന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ദൂസരേ ദിൻ സുബഹ് ഹം ഋഷിദാക്കെ യഹാം പഹൂഞ്ചെ. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഋഷിദയുടെ അടുത്ത് ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ബാഹർ ഭരാമദേ മേ വിമൽ ദത്ത് കെ സാത്ത് നിർമ്മാണാധീൻ ഫിലിം കെ കുച്ച് ദൃശ്യോം കോ അന്തിം രൂപ് ദേ രഹേ ഥേ. ഞാൻ വരുന്ന സമയത്ത് ഋഷികേശ് മുഖർജി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ സിനിമാ യൂണിറ്റിലുള്ള ഒരു വ്യക്തി വിമൽ ദത്തിൻ്റെ കൂടെ നിർമ്മാണാധീൻ ഫിലിം, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ കുച്ച് ദൃശ്യോം കോ അന്തിം രൂപ് ദേ രഹേ ഥേ, അതിൻ്റെ ബന്ധപ്പെട്ടുള്ള കുറച്ച് ജോലികൾ, അതിൻ്റെ ഓരോ ദൃശ്യങ്ങൾ, അതിൻ്റെ അവസാനത്തെ ദൃശ്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന തിരക്കിലായിരുന്നു. इससे निपटने के बाद ऋषिदा ने हमें सूचना दी कि मोहन स्टूडियो में तो एडिटिंग रूम में कोई और काम रहा है. എന്നിട്ട് വിമൽ ദത്തുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞതിന് ശേഷം ഋഷിദാനെ ഹമേം സൂചനാദി, ഋഷിദ എന്നോട് സൂചിപ്പിച്ചു. എന്ത്? മോഹൻ സ്റ്റുഡിയോയിൽ എൻ്റെ എഡിറ്റിംഗ് റൂമിൽ കോയി കാം കർ രഹാ ഹെ, വേറെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ലിഹാജ സ്റ്റോറി സെഷൻ യഹി ഹോഗ. അപ്പോൾ മോഹൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ താങ്കളുടെ കൈവശമുള്ള താങ്കളുടെ ആ സ്റ്റോറി കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് സ്റ്റോറി സെഷൻ ആരംഭിക്കാം. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് സ്റ്റോറി കേൾക്കാം എന്ന് ഋഷികേശ് മുഖർജി മനോഹർ ശ്യാം ജോഷിയോട് പറഞ്ഞു. ഉനോനെ ആശ്വസ്ത് കിയ കോയി ആയേഗ നഹിം ഇധർ. അപ്പോൾ അദ്ദേഹം ആശ്വസിപ്പിക്കുന്ന രൂപത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, കോയി ആയേഗ നഹി ഇധർ, ഇവിടേക്ക് ഇപ്പോൾ ആരും വരാൻ പോകുന്നില്ല. ഹം തും, അതായത് ഞാനും താങ്കളും പിന്നെ വിമൽ ദത്തും, നമ്മൾ 3 പേരും മാത്രം ഇവിടെ ഇരുന്നുകൊണ്ട് ഡിസ്കസ് കരയുക. താങ്കളുടെ കൈവശമുള്ള താങ്കളുടെ കഥയുണ്ടല്ലോ, അതേക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 പേരും മാത്രം, വേറെ ആരും ഇവിടേക്ക് വരില്ല. ദർവാസ ബന്ദ് കർ ദേങ്ക അവർ ബോൽ ദേഗ കി ഹം ഇധർ നഹി ഹെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാതിലൊക്കെ അടച്ചിടാം. ആരെങ്കിലും വരുവാണെങ്കിൽ ബോല ദേങ്ക കി ഹം ഇധർ നഹി ഹെ, ഞാനിവിടെ ഇല്ല എന്ന് വീട്ടിലെ ജോലിക്കാരോട് പറഞ്ഞ് ഏർപ്പാടാക്കാം. ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇല്ല എന്ന് പറയാനും ഏർപ്പാടാക്കാം എന്ന് ഋഷികേശ് മുഖർജി മനോഹർ ശ്യാം ജോഷിയുടെ അടുത്ത് പറഞ്ഞു. ഇസ് ആശ്വാസൻ കെ ബാദ് മഗർ ഹാ മനോഹർ യു നോ സംതിങ് വെരി ഫോർച്ചുനേറ്റ്. എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും എൻ്റെ അടുത്ത് പറയുകയാണ്, മനോഹർ യു നോ സംതിങ് വെരി ഫോർച്ചുനേറ്റ്, വളരെ ഭാഗ്യം, എനിക്കൊരു ഭാഗ്യം കൈവരാൻ പോവാണ്. അതായത് കൽക്കത്ത കാ സബ്സെ ബഡാ ഓർത്തോപീഡിക് സർജൻ അപ്ന ഫാമിലി കാ സാത്ത്
മേം കഹിം ജാത്ത ഹെ. അതായത് കൽക്കത്തയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓർത്തോപീഡിക് സർജൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം എവിടെയോ ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണത്രേ. ഇൻ്റർനാഷണൽ കോൺഫറൻസ്, ഈ ഡോക്ടർ ഏതോ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഹോട്ടൽ മേ ക്യൂം ജാത്തെ ഇധർ ഹി ജാ ആവോ. അപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഹോട്ടലിലൊക്കെ റൂം എടുക്കാൻ പോകുന്നത്, ഇധർ ആവോ, ഇവിടെ എൻ്റെ അടുത്തേക്ക് വന്നോളൂ. അപ്പോൾ അദ്ദേഹം ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്തിട്ട് മടങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ താമസിക്കാനായിട്ട് താങ്കൾ വേറെ ഹോട്ടലൊന്നും അന്വേഷിക്കേണ്ട, എൻ്റെ വീടുണ്ടല്ലോ, അപ്പോൾ വരുന്ന വഴി എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് ഞാൻ ആ ഡോക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹീ വിൽ കം ആയേഗ അവർ മുझे എക്സാമിൻ കരേഗ. അപ്പോൾ താമസിയാതെ ആ ഡോക്ടർ ഇന്ന് ഇങ്ങോട്ടേക്ക് വരും. മുझे എക്സാമിൻ കരേഗ, എന്നെ അദ്ദേഹം പരിശോധിക്കും. വെരി ഫോർച്യുനേറ്റ്. അതെൻ്റെ ഭാഗ്യം. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് കൊൽക്കത്തയിൽ. അപ്പം അദ്ദേഹം വരിക, എൻ്റെ വീട്ടിൽ വരിക, അദ്ദേഹത്തെ കണ്ടുമുട്ടാനുള്ളൊരു അവസരം കിട്ടുക, എന്നെ പരിശോധിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുക, വളരെ എന്താ പറയുക, അപ്രതീക്ഷിതമായി കിട്ടിയൊരു ഭാഗ്യം എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഋഷികേശ് മുഖർജി മനോഹർ ശ്യാം ജോഷിയോട് പറഞ്ഞു. इसका स्पष्ट अर्थ यह था कि स्टोरी सेशन डॉक्टर साहब के आने और एग्जामिन करने से पहले शुरू होने वाला नहीं है. ഇത് കേട്ടപ്പോൾ സ്പഷ്ട് ഹുവ, എനിക്ക് വ്യക്തമായി. അതായത് ഈ ഡോക്ടറും ഫാമിലിയും താമസിയാതെ ഇപ്പോൾ ഇവിടേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് ഈ ഡോക്ടർ സാഹബ് ആനെ, ഈ ഡോക്ടർ സാഹബ് വന്നിട്ട് ഋഷികേശ് മുഖർജിയെ പരിശോധനയും കഴിഞ്ഞിട്ട് മാത്രമേ ഇനിയിപ്പോൾ എൻ്റെ സ്റ്റോറി സെഷൻ ആരംഭിക്കൂ. അപ്പോൾ അതുവരെ എൻ്റെ കഥ കേൾക്കൽ നടക്കില്ല എന്ന് എനിക്ക് ബോധ്യമായി. थोड़ी देर बाद यह रहस्य खुला कि डॉक्टर साहब और उनका परिवार ही नहीं कई और लोग भी बदस्तूर आ रहे हैं. മാത്രമല്ല थोड़ी देर बाद यह रहस्य खुला, കുറച്ച് കഴിഞ്ഞപ്പോൾ ഋഷികേശ് മുഖർജി എന്നോട് വീണ്ടും പറഞ്ഞു, ഡോക്ടർ സാഹബ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമല്ല, പിന്നെ കൈ ലോഗ്, വേറെയും കുറച്ച് ആളുകൾ ഇന്ന് ഋഷികേശ് മുഖർജിയെ കാണാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് പറയുന്ന വേറെ ആരും വരില്ല, വന്നാൽ തന്നെ ഇവിടെ ഞാനില്ല എന്ന് നമുക്ക് പറയാം, ഇവിടെ ഇരുന്നിട്ട് സ്റ്റോറി സെഷൻ ആരംഭിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഇതും കൂടി പറഞ്ഞു. അങ്ങനെ ദേഖത്തെ ഫിൽമി ഔർ ഗൈർ ഫിൽമി ലോകോം കാ മജ്മ ലഗ് ഗയ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ ഫിൽമി ലോകോം കാ മജ്മ, ഫിലിം മേഖലയിൽ നിന്നുള്ള, സിനിമാ മേഖലയിൽ നിന്നുള്ള കുറേ ആളുകളുടെ ഒരു മജ്മ, ആൾക്കൂട്ടം ഋഷികേശ് മുഖർജിയുടെ വീട്ടിൽ അനുഭവപ്പെട്ടു തുടങ്ങിയെന്ന് വെച്ചാൽ ഋഷികേശ് മുഖർജിയെ കാണാനും സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. യൂണിറ്റിക്ക് സദസ്യ ബാഹർ ബരാമതേമേ ശത്രഞ്ച് ഖേൽനയിലേക്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിനിമാ യൂണിറ്റിലെ കുറേ ആളുകൾ പുറത്ത് വരാന്തയിലിരുന്ന് ശത്രഞ്ച് ഖേൽനയിലേക്ക്, ശത്രഞ്ച് ചെസ്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഋഷികേശ് മുഖർജിയുമായിട്ട് കണ്ട് സംസാരിക്കാനും മറ്റൊക്കെയുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ വന്നവരൊക്കെ ഇങ്ങനെ നേരം പോകാൻ വേണ്ടിയിട്ട് ചെസ്സ് കളിക്കുന്നുണ്ട്. हमने ऋषिदा के पुस्तकालय से उठाए हुए एक ताज़ा अमेरिकी उपन्यास को पढ़ने की कोशिश की. അപ്പം തൽക്കാലം ഇപ്പോൾ എൻ്റെ സ്റ്റോറി കേൾക്കൽ ഇപ്പോൾ ഈ സമയത്ത് നടക്കില്ല എന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഋഷിദ കെ പുസ്തകാലയ, ഋഷികേശ് മുഖർജിയുടെ വീട്ടിനകത്തുള്ള പുസ്തകാലയ, ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ നിന്ന് അമേരിക്കി ഉപന്യാസ്, ഒരു ഏറ്റവും പുതിയൊരു അമേരിക്കൻ നോവൽ, ആ നോവലെടുത്തു. ഞാനതൊന്ന് പഠനേക്ക് കോശിഷ്ക്ക്, വായിക്കാനായിട്ട് ശ്രമം നടത്തി. കാരണം എനിക്ക് സമയം പോവണ്ടേ. അപ്പം ഇനി ഋഷികേശ് മുഖർജി ഈ വന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി എൻ്റെ സ്റ്റോറി കേൾക്കണമെങ്കിൽ. അപ്പം അതുവരെ സമയം പോകാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ നിന്ന് അമേരിക്കൻ നോവൽ, ഏറ്റവും പുതിയൊരു അമേരിക്കൻ നോവൽ വായിക്കാനായിട്ട് എടുത്തു. लेकिन उस हंगामे में शुरू गंभीर किस्म का यह उपन्यास പഠാൻ नहीं जा सका. പക്ഷേ ഹങ്കാമേമേ, ആ തിക്കിലും തിരക്കിലും ആളുകളുടെ ഒച്ചയും ബഹളവും ഒക്കെയാണ്. അപ്പം ഒച്ചയും ബഹളത്തിനിടയ്ക്ക് എനിക്ക് ഉപന്യാസ് പഠാൻ नहीं जा सका, ആ നോവൽ അവിടെ ഇരുന്നിട്ട് വ്യക്തമായിട്ട് ശരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ശത്രഞ്ച്ക്ക് ഭാജി ദേഖ്നയിലേക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ നോവൽ വായന നടക്കാതെ വന്നപ്പോൾ പുറത്ത് വരാന്തയിൽ ഫിലിം ഫീൽഡിലുള്ള കുറേ ആളുകൾ ശത്രഞ്ച് ഗേൽ, ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞാൻ ദേഖ്നയിലേക്ക്, ഞാൻ അവരുടെ അടുത്ത് നിന്ന് കുറേ നേരം അത് കാണാൻ തുടങ്ങി.
ഋഷിത കെ യഹാ ശത്രഞ്ച് കി ബഠിയ മാർബിൾ ടോപ്പ് മേസ് ഹെ. അപ്പോൾ ഋഷികേഷ് മുഖർജിയുടെ വീട്ടിൽ ശത്രഞ്ച് ഖേൽനെ കേലിയെ, ഈ ചെസ്സ് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ടേബിൾ, ഒരു മേശയുണ്ട്. അതും എങ്ങനെ, മാർബിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു മേശ ഉണ്ട്. അപ്പോൾ അതിലാണ് അവിടെ ആളുകൾ വന്നിട്ട് ചെസ്സ് കളിക്കുന്നത്. ऋषिदा एक निर्माता से बात करके मेज़ की तरफ आए तो हमने उनसे कहा कि न हो तो डॉक्टर साहब के आने तक भीतर സ്റ്റോറി സെഷൻ ही कर डाला जाए. അപ്പം ഞാൻ ഇവരുടെ ചെസ്സ് കളിക്കുന്നവരുടെ അടുത്ത് നിന്നിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഋഷികേഷ് മുഖർജി ഒന്ന് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഡോക്ടർ സാഹബ് വന്നു പോയാലല്ലേ നമ്മുടെ സ്റ്റോറി സെഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ ബി ഹോഗ ലേക്കിൻ പെഹല ധോഡ ചെസ്. അതിനെന്താ, അദ്ദേഹം വന്നു പോയിക്കോട്ടെ, അപ്പോൾ അതുവരെ താങ്കൾ കുറച്ച് നേരം ചെസ്സൊക്കെ കളിക്കൂ. ഹം സുന കൽ സ്റ്റുഡിയോ മേ ഹമാര അസിസ്റ്റൻ്റ് കോ ഹരാ ദിയാത്തും. ഞാൻ ഇന്നലെ അറിഞ്ഞല്ലോ, നിങ്ങൾ ഇന്നലെ മോഹൻ സ്റ്റുഡിയോയിൽ പോയി എൻ്റെ ഫിലിം ഫീൽഡിലുള്ള ആളുകളുമായിട്ടൊക്കെ ആരൊക്കെയായിട്ട് നിങ്ങൾ ചെസ്സ് കളിച്ചു എന്നും അവരെ ഹരാദിയ, ആ ചെസ്സ് കളിയിൽ നിങ്ങൾ അവരെ പരാജയപ്പെടുത്തിയെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നല്ലൊരു കളിക്കാരനാണല്ലോ, കുറച്ച് നേരം ഇവരോടൊപ്പം കളിക്കു വരൂ എന്ന് പറഞ്ഞിട്ട് ഋഷിത അദ്ദേഹത്തിനെ ചെസ്സ് കളിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. ഖേലെ ഔർ ചക്കർഹാരെ, ഋഷികേഷ് മുഖർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് നേരം ഞാൻ ചെസ്സ് കളിച്ചു. അതിൽ ചക്കർഹാരെ ഭംഗിയായിട്ട് പരാജയപ്പെടുകയും ചെയ്തു. ഋഷിത ശത്രഞ്ച് കെ ഉസ്താദ് ഹെ. അപ്പോൾ ഋഷികേഷ് മുഖർജി ആണെങ്കിലോ ശത്രഞ്ചിൻ്റെ അഥവാ ചെസ്സ് കളിയുടെ ഉസ്താദാണ്. ഇസ് ഖേൽ പർ കോയി 500 കിതാബേം ഉനക്കെ പുസ്തകാലയമേം ഹെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെസ്സിനെ കുറിച്ചിട്ട്, ചെസ്സ് കളിയെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു 500 കിതാബ്, ഒരു 500ഓളം പുസ്തകങ്ങൾ ഋഷികേഷ് മുഖർജിയുടെ പുസ്തകാലയമേം ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. അപ്പം അത്രയ്ക്ക് ചെസ്സിനോട് താല്പര്യമുള്ള ആളായിരുന്നു ഋഷികേഷ് മുഖർജി. അപ്പം ഈ ചെസ്സ് കളിക്കുന്നതിനെ കുറിച്ചുള്ള ഏകദേശം 500ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ലൈബ്രറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ശത്രഞ്ച് കാ സിൽസില ഡോക്ടർ സാഹബ് കെ ആനെ പർ ഹി ഖതം ഹുവ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ചെസ്സൊക്കെ കളിച്ചപ്പോഴത്തേക്കുമായിരുന്നു ആ ഡോക്ടർ സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡോക്ടർ ഫാമിലിയും. അപ്പം അദ്ദേഹം വരുന്നത്. അതോടുകൂടിയിട്ട് ഖേൽ ഖതം ഹുവ, അവിടെ ചെസ്സ് കളി അവിടെ നിന്നു, അവിടെ അവസാനിച്ചു. ഡോക്ടർ സാഹബിനെ ലഞ്ച് സെ പെഹലെ ഋഷിതാക്കി ജാഞ്ച് കി. അപ്പോൾ ലഞ്ചിൻ്റെ സമയമാകുമ്പോഴത്തേക്കായിരുന്നു ഡോക്ടർ സാഹബ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിന് മുൻപായിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, ഋഷിതാക്കി ജാഞ്ച് കി, ഋഷികേഷ് മുഖർജിയെ ജാഞ്ച് കി പരിശോധിച്ചു. അവർ കഹ, എന്നിട്ട് ഋഷികേഷ് മുഖർജിയോട് പറഞ്ഞു, ആപ്കോ എലോപ്പതിക് ദവായെ സഹസാ നഹി ചോടിനി ചാഹി. താങ്കൾ ഈ എലോപ്പതി മരുന്നുകളൊന്നും പെട്ടെന്ന് നിർത്തരുത്. അപ്പോൾ ഋഷികേഷ് മുഖർജി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എലോപ്പതി മരുന്നുകളൊന്നും കഴിക്കുന്നില്ല, 2 ദിവസമായിട്ട്. ഈ മനോഹർ ശ്യാം ജോഷി പറഞ്ഞ വിവരം അനുസരിച്ച്. അപ്പോൾ ഈ ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറയുകയാണ്, താങ്കൾ എലോപ്പതി മരുന്നുകൾ പെട്ടെന്നൊന്നും നിർത്തിപ്പോകരുത്. ഇസ് ഫത്വേ സെ ഹി ഋഷിത ഹോമിയോപ്പതി പരീക്ഷ ഭൂൽ ഗയേ. അപ്പോൾ ഇതിലിടയ്ക്ക് അദ്ദേഹം കുറച്ച് ഹോമിയോ മരുന്നുകളും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പരാജയമായിരുന്നു. പിछले दिन ലണ്ടൻ के होम्योपैथ के बम्बैया अनुयायी उनकी परीक्षा शाम को आकर कर गए थे. മാത്രമല്ല ഇന്നലെ ഹോമിയോ മേഖലയിൽ നിന്നുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി വന്നിട്ട് ഋഷികേഷ് മുഖർജിയെ പരിശോധനയൊക്കെ കഴിഞ്ഞ് പോയിട്ടും ഉണ്ടായിരുന്നു. अब ऋषि ने जोशी समेत सब आने जाने वालों को यह बताना शुरू किया कि कलकत्ता के इंटरनेशनल फेमस डॉक्टर ने एलोपैथिक दवा लेते रहने की आवश्यकता पर जोर दिया. അങ്ങനെ ഈ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് എലോപ്പതി മരുന്നുകളൊന്നും മുടക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഋഷികേഷ് മുഖർജി അലോപ്പതി മരുന്നുകൾ കഴിക്കേണ്ട ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് വരുന്നവരോടും പോകുന്നവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. जोशी को सूचित किया गया कि സ്റ്റോറി സെഷൻ ലഞ്ച് കെ ബാദ് ശുരു ഹോഗ. സംസാരിക്കുന്ന കൂട്ടത്തിൽ മനോഹർ ശ്യാം ജോഷിയോട് പറഞ്ഞു, ഇനിയിപ്പോൾ സ്റ്റോറി സെഷൻ നമുക്ക് ലഞ്ച് കെ ബാദ് ശുരു ഹോഗ, ലഞ്ച് കഴിച്ചതിന് ശേഷം ആരംഭിക്കാം. അപ്പോൾ രാവിലത്തെ സമയം അങ്ങനെ പോയി കിട്ടി. ഡോക്ടറും ഫാമിലിയും വന്നു, പിന്നെ സിനിമാ ഫീൽഡിൽ നിന്നുള്ള വേറെയും കുറേ ആളുകൾ വന്നു. അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് ലഞ്ച് കഴിക്കുന്ന ഉച്ചവരെയുള്ള സമയം അങ്ങനെ പോയി.
लंच के दौरान ऋषिदा डॉक्टर साहब के പരിവാർജനോം സെ നിതാന്ത് ഘരേലു അന്താസ് മേ ബാത്ത് കർത്തേ രഹെ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഋഷികേശ് മുഖർജി ആ ഡോക്ടറിൻ്റെ കുടുംബത്തോടൊപ്പം കുറേ സമയം ഇരുന്ന് ബാത്ത് കർത്തേ രഹെ, സംസാരിച്ചു. കുറേ നേരം വളരെ അടുത്ത് സംസാരിച്ചു. पर डॉक्टर परिवार उन्हें बम्बई या ग्लैमर इंडस्ट्री की एक हस्ती के रूप में भी देखता संबोधित करता रहा. പക്ഷേ ഡോക്ടറിൻ്റെ കുടുംബമാവട്ടെ ഈ ബോംബെ ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംവിധായകനാണല്ലോ ഋഷികേശ് മുഖർജി. അപ്പോൾ ആ ഒരു ബഹുമാനമൊക്കെ കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ഈ ഡോക്ടറിൻ്റെ ഫാമിലി സംസാരിച്ചുകൊണ്ടിരുന്നത്. ലഞ്ച് കെ ബാദ് ഋഷിദാനെ സാരി അലോപ്പതിക് ഗോലിയാ ഖായി. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഋഷികേശ് മുഖർജി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള അലോപ്പതി മരുന്നുകളൊക്കെ കഴിച്ചു. ഉൻകെ പ്രഭാവ് സേ ഉനീം ദേ ഹോ ചലെ. അപ്പോൾ അദ്ദേഹം മരുന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ക്ഷീണം അദ്ദേഹം ഇങ്ങനെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനോഹർ മേ സാരി രാത്ത് സോ നഹി സക. അപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം വന്നപ്പോൾ അദ്ദേഹം മനോഹർ ശ്യാം ജോഷിയോട് പറയുകയാണ്, മനോഹർ ഇന്നലെ രാത്രി ഞാൻ സോ നഹി രഹസക, നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി ശരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മേ ജറാ ലേഠേങ്ക, കുറച്ച് നേരം ഞാനൊന്ന് കിടക്കട്ടെ. 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉസ്കെ ബാദ് സ്റ്റോറി സെഷൻ. അപ്പം ഞാനൊന്ന് കിടന്നിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് വരട്ടെ, അതിനുശേഷം നമുക്ക് സ്റ്റോറി സെഷൻ ആരംഭിക്കാം. ഠീക്ക് ഹേ തോ ഹംനെ കഹാ ഠീക്ക്. ശരി, അങ്ങനെയാവട്ടെ, അങ്ങനെയല്ലേ, അങ്ങനെയാവാല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അദ്ദേഹത്തിനോട് പറഞ്ഞു, ശരി എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഫിർ ഹം വിമൽ ദത്ത് കെ സാത്ത് ബാഹർ ബരാമദേ മേ ബത്തിയാത്തേ രഹി. അങ്ങനെ ഋഷികേശ് മുഖർജി മരുന്നിൻ്റെ ക്ഷീണം കൊണ്ട് കിടക്കാൻ പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ വിമൽ ദത്ത് ഉണ്ടായിരുന്നു. വിമൽ ദത്തിനോടൊപ്പം പുറത്ത് വരാന്തയിൽ ബത്തിയാത്തേ രഹി കുറച്ച് നേരം സംസാരിച്ചു. ഋഷിദാക്ക് ജാഗനേക്ക് പ്രതീക്ഷ കർത്തേ രഹി. ഋഷികേശ് മുഖർജി ഇപ്പോൾ ഉണരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരുന്നു. അനുഭവി വിമൽ ദത്തിനെ ബത്തായ कि ऋषिदा की 15 मिनट में जागने की कोई संभावന नहीं है. അപ്പം വിമൽ ദത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, 15 മിനിറ്റ്, അതായത് 15 മിനിറ്റിനുള്ളിലൊന്നും ഇപ്പോൾ അദ്ദേഹം ജാഗനിക്ക് ഉണരാനുള്ള സംഭാവന നഹി, സാധ്യതയില്ല. 15 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ എന്നല്ലേ പറഞ്ഞു. 15 മിനിറ്റിൻ്റെ ഉള്ളിലൊന്നും അദ്ദേഹം ഉണരാൻ സാധ്യതയില്ല. കഹിം ചലേ ചൽ. അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നോളൂ. ഷാം കോ ആക്കർ ദേഖേങ്കി. ഇനി നിങ്ങൾ വൈകുന്നേരം വന്ന് നോക്കിയാൽ മതി, അപ്പോഴത്തേക്കൊക്കെ അദ്ദേഹം ഉണരൂ എന്ന് പറഞ്ഞു. ലേക്കിൻ ഹം ടട്ടേ രഹേ അവർ വിമൽ ദത്ത് കോ ഭി രോക്കേ രഹേ 15 മിനിറ്റ് കെ 3 ഘണ്ടെ ഹോ ഗയേ. പക്ഷേ വിമൽ ദത്ത് പറഞ്ഞത് ഞാൻ അത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. 15 മിനിറ്റ് കെ 3 ഘണ്ടെ ഹോ ഗയേ. 15 മിനിറ്റ് കാത്തിരുന്നിട്ട് 15 മിനിറ്റും കഴിഞ്ഞു. 3 ഘണ്ടെ ഹോ ഗയേ, 3 മണിക്കൂറും കഴിഞ്ഞു. ലേക്കിൻ ഋഷിദാക്കി നീന്ത് നഹീൻ ടൂട്ടി. എന്നിട്ടും ഋഷികേശ് മുഖർജിയുടെ നീന്ത്, ഉറക്കം, നഹീൻ ടൂട്ടി, ഉണർന്നില്ല. അദ്ദേഹം ഉറക്കം ഉണർന്നില്ല. ഹാർക്കർ വിമൽ ദത്ത് കെ സാത്ത് നിക്കൽ ആയി. അങ്ങനെ 3 മണിക്കൂർ നേരം കാത്തിരുന്നു, പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ വിമൽ ദത്തിനോടൊപ്പം വീണ്ടും നിക്കൽ ആയി, പുറത്തേക്ക് ഇറങ്ങി. കൈ ജഗഹ് സേ ഫോൺ കിയ. പുറത്ത് വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തു. ഋഷികേശ് മുഖർജിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഏക്ക് ഹി ഉത്തർ ആയ. അപ്പോൾ അവിടെ നിന്ന് തലക്കിൽ നിന്ന് വീട്ടിലെ ജോലിക്കാരനാണ് ഫോൺ എടുക്കുന്നത്. അവിടെ നിന്ന് മറുപടി കിട്ടി, സാബ് അബി സോയലാ. സാറിപ്പോഴും ഉറങ്ങുകയാണ് എന്ന് വിളിക്കുമ്പോൾ അങ്ങേ തലക്കിൽ നിന്ന് മറുപടി കിട്ടി. ഫിർ ജബ്ബി ഫോൺ കിയ എൻഗേജ്ഡ് പായ. പിന്നെയും ഞാൻ കുറേ സമയം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പോൾ ഫോൺ എൻഗേജ്ഡ് എന്നുള്ള ആ ഒരു സന്ദേശമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇനി അതിൻ്റെ കുറച്ച് ഭാഗം കൂടിയുണ്ട്, ഒരു ക്ലാസ്സിലും കൂടി എടുത്താൽ നമുക്കത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് കേട്ട് മനസ്സിലാക്കിക്കോളൂ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ധന്യവാദം.